ഹായ് ഫ്രണ്ട്സ്, വളരെ ഈസി ആയിട്ട് നമുക്കൊരു കുമ്പളങ്ങ മുരുകറി ഉണ്ടാക്കി നോക്കാം. ഞാനിപ്പോൾ ഇവിടെ കുമ്പളങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ മുരുകറി ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് ഒരു 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും പാകത്തിന് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് നമുക്കിനി ഇത് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് കറികളൊന്നും ഇല്ലാത്ത നേരത്താണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഈ കുമ്പളങ്ങ മോരുകറി. ഇത് എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു കറിയും കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഇത് ഉണ്ടാക്കാത്തവരുണ്ടാവില്ല. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ 3 ചെറിയ ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ജീരകം, അതുപോലെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് അരച്ചെടുക്കാം. അധികം വെള്ളമായി പോകേണ്ട, പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിവിടെ അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. നല്ല പുളിയുള്ള തൈര് കേട്ടോ. തൈര് ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ്. മിക്സിയിലിട്ടൊന്ന് കറക്കി ഒന്ന് ലൂസാക്കി എടുത്തതാണ്. ഇനി അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ വെന്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം ഇത് വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. വെള്ളം വല്ലാതെ വറ്റിയിട്ടൊന്നുമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരച്ചെടുത്ത തേങ്ങയുടെ അരപ്പ് ഈ കുമ്പളങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ വെന്തിട്ടുണ്ട്. ഞാൻ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അധികം തിക്കാവാൻ വേണ്ട, ഓവർ ലൂസ് ആവാൻ വേണ്ട, അങ്ങനത്തെ ഒരു പരുവത്തിലാക്കിയാൽ മതി. ഇനി നിങ്ങൾക്ക് മുരുകറിക്ക് നല്ല ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ചധികം വെള്ളമൊഴിച്ച് അരച്ചാൽ മതി. ഓക്കെ, ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. അപ്പോൾ പാകത്തിനെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ തുള്ളി വരുന്ന സമയത്ത് 4 ടേബിൾ സ്പൂണ് തൈര് ഞാനിതിലേക്ക് ഒഴിച്ചോണേ. അതാണ് നമ്മുടെ പുളി ഉണ്ടാക്കുന്ന സാധനം. ഇപ്പോൾ തൈരും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി ഒന്ന് തുള്ളി വരുമ്പോൾ അത് ഓഫ് ചെയ്തിടാം കേട്ടോ. പിന്നെ പരിപാടിയില്ല, നമ്മുടെ കറി റെഡിയായി, മോരുകറി റെഡിയായി. ഇനി വേറൊന്നും ചേർക്കാനൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് വറുത്ത് കോരിയിടാണ് വേണ്ടത്. അപ്പോൾ ഈ തുള്ളി വരുന്ന സമയത്ത് തന്നെ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിൽ സാധാ നമ്മൾ വറവിടുന്ന പോലെ കടുകും അതുപോലെ ചുവന്ന മുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് വറുത്തിടുന്നേ ഉള്ളൂ. വേറെ അപ്പം ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. അപ്പം ഇതെല്ലാം കൂടി വറുത്ത് ഇതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും തുള്ളി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എത്രയുള്ള പരിപാടി. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാം.